ഹായ്, ഇന്ന് നമ്മൾ പ്രോട്ടോകോൾസിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മാനേജ് ചെയ്യാനും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനും പിന്നെ അതേപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ സെക്യൂരിറ്റിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. ഈ പ്രോട്ടോകോൾസ് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ഒരു ഡാറ്റ സെന്ററിൽ നിന്ന് റിസീവറിലേക്ക് പോകുമ്പോൾ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ടാണ് പോവുക അല്ലേ? അപ്പോൾ ആ ഒരു ടൈമിൽ പ്രോട്ടോകോൾസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ ഓരോ മെസ്സേജിനെ എത്തിക്കുന്നത്. ആ റിസീവറിൽ നിന്ന് സെന്ററിലേക്ക് ഒരു അക്നോളജ്മെന്റ് അയക്കൂലേ? എത്ര നേരം ആ അക്നോളജ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം? അത് ഈ ഒരു പ്രോട്ടോകോൾ ആണ് പറയാം. എത്ര നേരം വെയിറ്റ് ചെയ്യണം? പിന്നെ യൂണികാസ്റ്റ്, മൾട്ടികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ് ഇങ്ങനെ പല ടൈപ്പ് മെസ്സേജ് ഡെലിവറിയും നടക്കുന്നുണ്ട് അല്ലേ? ഇതിലൊക്കെ നമ്മളെ പ്രോട്ടോകോൾസ് ആണ് തീരുമാനിക്കുക ഏത് ടൈപ്പ് കാസ്റ്റിംഗ് ആണ് നടത്തേണ്ടത്. പിന്നെ അതേപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മെസ്സേജ് എൻകോഡിങ്ങിലും മെസ്സേജിന്റെ സൈസ് അതേപോലെ ഒരുപാട് വലിയ പ്രോബ്ലംസ് ആകുമ്പോൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണ്ടി വരും ആ ഒരു ട്രാൻസ്മിഷൻ ചാനലിലൂടെ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ മെസ്സേജ് പാസിംഗ് ചാനലിന്റെ കപ്പാസിറ്റി അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം അതൊക്കെ എത്ര വേണം, എത്ര സബ് പ്രോബ്ലംസ് വേണം, ആ ഒരു ഇതിന്റെ സൈസ് ഒക്കെ തീരുമാനിക്കുന്നത് പ്രോട്ടോകോൾസ് ആണ്. പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. നെറ്റ്വർക്കിങ്ങിൽ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആണ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ. In computer networking, a protocol is a set of rules for formatting and processing data. Data format ചെയ്യാനും process ചെയ്യാനും വേണ്ടിയിട്ടുള്ള കുറച്ച് set of rules ആണ് protocol എന്ന് പറഞ്ഞാൽ. Network protocols are like a common language for computers. Network protocol എന്ന് പറഞ്ഞാൽ ഒരു common language പോലെയാണ് കമ്പ്യൂട്ടേഴ്സിന്. രണ്ട് ഡിഫറെന്റ് സിസ്റ്റംസ് ഇരിക്കാനും ആ സിസ്റ്റം ചിലപ്പം ഒന്നിന്റെ ലാംഗ്വേജ് ഒന്നിനറിയില്ല. ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ലാംഗ്വേജ് ആണ്. പല സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പല കൺട്രീസിലുള്ള ആൾക്കാർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അതേപോലെ ഒരു കോമൺ ലാംഗ്വേജ് ആണ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ. ചിലപ്പം ഒരു സിസ്റ്റം നല്ല ഫാസ്റ്റ് ആയിക്കാരം, മറ്റേ സിസ്റ്റം സ്ലോ ആയിക്കാരം. ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ സ്ലോ ആയിട്ടുള്ള സിസ്റ്റത്തിക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകും. അതേപോലെ അതിനൊക്കെ മാനേജ് ചെയ്യല് ഈ പ്രോട്ടോകോൾസ് ആണ്. Protocols govern all methods of communication. കമ്മ്യൂണിക്കേഷന്റെ എല്ലാ മെത്തേഡ്സും പ്രോട്ടോകോൾസ് ഗവേൺ ചെയ്യും. പിന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. 3 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ഉണ്ട്. ഒന്നാമതാണ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ, രണ്ടാമതാണ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ, മൂന്നാമതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി പ്രോട്ടോകോൾസ്. നെറ്റ്വർക്ക് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോകോൾസിനെയാണ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. പിന്നെ അതേപോലെ ബേസിക് കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉള്ള പ്രോട്ടോകോൾസ് ആണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്. അതിൽ TCP-യും IP-യും HTTP ഒക്കെ വരും. മാനേജ്മെന്റ് ICMP-യും SNMP ഒക്കെ എന്താ മാനേജ് ചെയ്യാനും ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഗവേൺ ചെയ്യാനൊക്കെയാണ് ICMP-യും SNMP ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ആണ് HTTP, SO, SFTP, SSL ഒക്കെ. നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് എന്തൊക്കെയാ നോക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ദിസ് പ്രോട്ടോകോൾസ്. ഈ പ്രോട്ടോകോൾ ഇല്ലാതെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഒരു എക്സിസ്റ്റൻസ് തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു IP പ്രോട്ടോകോൾ ഒരു സിസ്റ്റത്തിലുണ്ട്, ബട്ട് മറ്റേ സിസ്റ്റത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ട് സിസ്റ്റം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. The protocols formally describe the formats and rules by which data is transferring over the network. ഈ ഒരു നെറ്റ്വർക്കിലൂടെ ഡാറ്റ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, ഏത് ഫോർമാറ്റിൽ ട്രാൻസ്ഫർ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതിനാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആൾസോ ഹാൻഡിൽ
authentication and error detection. Authentication error detection ഒക്കെ communication protocols ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലേയേർഡ് ആർക്കിടെക്ചറിൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അതിലൊരു ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. HTTP ആപ്ലിക്കേഷൻ ലെയറിലെ ഒരു പ്രോട്ടോകോൾ ആണ് HTTP എന്ന് പറഞ്ഞാൽ. ഇറ്റ് അലൗസ് ദി ബ്രൗസർ ആൻഡ് സെർവർ ടു കമ്മ്യൂണിക്കേറ്റ്. ബ്രൗസറിനും സെർവറിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു HTTP ആണ്. ഇതിനെ പ്രോട്ടോകോൾ ഓഫ് ഇന്റർനെറ്റ് ആണ് അറിയപ്പെടുന്നത്. പിന്നെ TCP എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ് TCP എന്ന് പറഞ്ഞാൽ. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. സെപ്പറേറ്റ്സ് ഡാറ്റ ഇൻടു പാക്കറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഷെയർഡ് ഓവർ എ നെറ്റ്വർക്ക്. ഇപ്പൊ നെറ്റ്വർക്കിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റനെ ഓരോ പാക്കറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുക നെറ്റ്വർക്കിലൂടെ. These packets can then be sent by devices like switches and routers to the designated targets. സ്വിച്ചസും റൗട്ടേഴ്സും ഒക്കെ ഈ ഒരു ഡാറ്റ പാക്കറ്റ്സിന് എന്ത് ചെയ്യും? അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കും. ഈ ഒരു കേസിൽ നമ്മൾ TCP പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുക. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. അടുത്തതാണ് IP, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ TCP-ന്റെ പോലെ തന്നെയാണ്. It's similar to TCP in that it separates and breaks up data into smaller packets for easier routing. Routing easier ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റനെ എന്ത് ചെയ്യും? സ്മോളർ പാക്കറ്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. എന്തിനാണ് സ്മോളർ പാക്കറ്റ് ആക്കുന്നത്? ആ ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ പോകുമ്പോൾ അതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഡാറ്റന്റെ സൈസോളം വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റനെ ഓരോ പാക്കറ്റ്സ് ആയിട്ട് ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ പാക്കറ്റ്സ് ആണ് ആ ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ പോവുക. Rather than being sent to devices, though, this protocol is used by the internet to route and address that data across networks so that it can arrive at the right destination. ഈ ഓരോ പാക്കറ്റിലും ഡെസ്റ്റിനേഷന്റെ അഡ്രസ് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഈ അഡ്രസ് വെച്ചിട്ട് നെറ്റ്വർക്ക് ലെയറിലൂടെ ഡാറ്റ കറക്റ്റ് ആയിട്ട് ആ ഓരോ പാക്കറ്റ്സും കറക്റ്റ് ആയിട്ട് അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. ഈ ഒരു കേസിൽ നമ്മൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് UDP എന്താ നോക്കാം. UDP യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ ആണ് UDP. അത് TCP-ന്റെ സിമിലർ വർക്കിംഗ് ആണ് UDP ക്ക് ഉള്ളത്. അതായത് സെൻഡിങ് പാക്കറ്റ്സ് ഓഫ് ഡാറ്റ ഓവർ ദി നെറ്റ്വർക്കിലൂടെ ഡാറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുമ്പോൾ UDP ആണ് ഹെൽപ്പ് ചെയ്യുക. The key difference between the two is that TCP ensures the connection is made between the application and server. Application server തമ്മിൽ ഒരു കണക്ഷൻ എൻഷുർ ചെയ്യും TCP. അതാണ് UDP-ന്റെയും TCP-യും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ. UDP അങ്ങനെ ഒരു കണക്ഷൻ എൻഷുർ ചെയ്യില്ല. TCP അങ്ങനെ അപ്ലിക്കേഷനും സെർവറും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കും. പിന്നെ എന്താണ് IRC? IRC ഇന്റർനെറ്റ് റിലേ ചാറ്റ്. അതൊരു ടെക്സ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. അതായത് മെസ്സേജുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ സെൻഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ഇന്റർനെറ്റ് റിലേ ചാറ്റ് എന്ന് പറഞ്ഞാൽ. സോഫ്റ്റ്വെയർ ക്ലയൻസ് ആർ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് സെർവേഴ്സ് ആൻഡ് സെൻഡ് മെസ്സേജസ് ടു അതർ ക്ലയൻസ്. സോഫ്റ്റ്വെയർ ക്ലയൻസ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലുള്ള മറ്റ് സെർവേഴ്സിനായിട്ടും മറ്റ് ക്ലയൻസിനായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കും. ആ ടൈമിൽ ഇന്റർനെറ്റ് റിലേ ചാറ്റ് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുക. This protocol works as well as network with a large number of distributed machines. ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടഡ് മെഷീൻസ് ഉള്ള ഒരു നെറ്റ്വർക്കിലാണ് ഈ ഇന്റർനെറ്റ് റിലേ ചാറ്റ് യൂസ് ചെയ്യുക. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെർവേഴ്സ് ഉണ്ടാവും. ഒരു സിംഗിൾ സെർവർ ആകുമ്പോൾ ആ സെർവറിൽ ലോഡ് കൂടിയിട്ട് അത് സിസ്റ്റത്തിനെ ബാധിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടഡ് സെർവേഴ്സ് ഉള്ള ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യും. അങ്ങനത്തെ സെർവേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഇന്റർനെറ്റ് റിലേ ചാറ്റ്. ഇന്റർനെറ്റ് റിലേ ചാറ്റ് ഒരു ടെക്സ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. ഇനി എന്താണ് SSH? സെക്യൂർ സോക്കറ്റ് ഷെൽ. സെക്യൂർ സോക്കറ്റ് ഷെൽ ഒരു സെക്യൂരിറ്റി ബേസ്ഡ് പ്രോട്ടോകോൾ ആണ്. സിസ്റ്റം അഡ്മിൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്യൂർ സോക്കറ്റ് ഷെൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. It allows users to securely access devices even over an unsecured network. ഒരു unsecured network ആണെങ്കിൽ കൂടി secure ആയിട്ട് ഡിവൈസസുകളെ ആക്സസ് ചെയ്യാൻ യൂസേഴ്സിന് സാധിക്കും ഈ ഒരു സെക്യൂർ സോക്കറ്റ് ഷെൽ യൂസ് ചെയ്തിട്ട്.
അതാണ് സെക്യൂർ സോക്കറ്റ് ഷെൽ പ്രോട്ടോകോൾ. ഇനി നമുക്ക് എച്ച് ടി ടി പിയും എച്ച് ടി ടി പി എസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നോക്കാം. എച്ച് ടി ടി പി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ആണ് എച്ച് ടി ടി പി എന്ന് പറഞ്ഞാൽ. എച്ച് ടി ടി പി എസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ ആണ്. ഇതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. HTTP focuses on communication over a network. On the other hand, HTTPS adds a layer of security to your network communications. The functions are often different and work in a conjunction to create a secure network that communicates quickly and efficiently. സംഭവം രണ്ടും രണ്ട് തരത്തിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അവർ രണ്ടാളും ടുഗദർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കും, എഫിഷ്യന്റ് ആക്കും, ആ കമ്മ്യൂണിക്കേഷൻ വളരെയധികം സെക്യൂർ ആക്കും. ഇനി ബാക്കിയുള്ള മാനേജ്മെന്റ് പ്രോട്ടോകോൾസും സെക്യൂരിറ്റി പ്രോട്ടോകോൾസും അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.